ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡമൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അല്ലെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ പൊളിയായിരിക്കും, മാസമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വെരി ബിഗ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ കമൻസിൽ പോയിട്ട് നിങ്ങളുടെ പുതിയ എന്താ പറയുക ന്യൂ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഗെയിംസ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യുക. ഓക്കെ, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ട് ജിം സിമുലേറ്റർ നമ്മൾ കളിക്കാൻ പോണേ. ആൻഡ് പാർട്ട് 10 ആണ്. യെസ്, ലെറ്റ്സ് ഗോ. 10 പാർട്ടിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള പാർട്ടുകൾ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുകളും ചെക്ക് ചെയ്തൊക്കെ ഡിസ്ക്രിപ്ഷൻ മൊത്തം ഒന്ന് വായിച്ച് നോക്ക്. യു വിൽ ഗെറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ലിങ്ക്സ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗയ്സ്. എല്ലാവർക്കും അപ്പോൾ എന്താണ് സുഖമല്ലേ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ പിന്നെയും. അപ്പോൾ നമ്മുടെ ജിം സിമുലേറ്ററിൽ ഇവിടെ മഞ്ഞൊന്നും ഇതായിട്ട് ഒന്നും ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞൊക്കെ ഇവിടെ മൊത്തത്തിൽ മഞ്ഞും ഇതൊക്കെയാണ്. അതിന് നമ്മുടെ കേസർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യാണ്ട് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ഇന്ന് ഫുള്ളായിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കുറേ സംഭവം ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ക്യാഷ് ദിവസം കിട്ടും, എല്ലാ മാസം കിട്ടുന്ന പോലെ കിട്ടുമോ? ഇല്ല, ഒരു വട്ടം കിട്ടുള്ളൂ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പുതിയൊരു വർഷത്തിലോട്ട് ഇതാ കാലങ്ങ് ചവിട്ടിയിട്ടുണ്ട്. ഇത് വർഷം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. എന്തായാലും ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കിടന്നോട്ടെ. ഈ വർഷത്തെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ്, ആദ്യത്തെ കസ്റ്റമേഴ്സ്. ചേച്ചി ഇങ്ങനെ പോകുന്നുണ്ട്. പോട്ടെ ചേച്ചി, കസ്റ്റമേഴ്സ് തന്നു. ഫസ്റ്റത്തെ കസ്റ്റമർ ഇതെന്താ? ഓക്കെ, ഞാൻ പേടിച്ചു പെട്ടെന്ന് നോക്കിയപ്പോൾ. ഓക്കെ, സ്റ്റാൻഡേർഡ്. ആദ്യത്തെ കസ്റ്റമർ എന്ന് വെച്ചാൽ ഈ വർഷത്തെ ആദ്യത്തെ കസ്റ്റമറും രണ്ടാമത്തെ കസ്റ്റമറും വന്നിട്ടുണ്ട് കേട്ടോ. VIP. ആദ്യത്തെ സ്റ്റാൻഡേർഡ്, രണ്ടാമത്തെ കസ്റ്റമർ VIP. എൻ്റെ പേര് ഇപ്പോഴത്തെ ലക്ക് വന്നു തുടങ്ങിട്ടോ. നമ്മളെ കമ്പനി വലിയ ലെവലിലെത്താൻ പോകുന്നത്. അടുത്ത ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ അങ്ങോട്ടാണ്. ഓക്കെ, ചേട്ടൻ ഇവിടുത്തെ മെമ്പറാണ്. ആൻഡ് നമ്മുടെ അവിടെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. 4 ഐറ്റം 5 ഐറ്റം എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ആൻഡ് നമുക്ക് ഇതൊക്കെ ഓരോന്ന് റീഅറേഞ്ച് ചെയ്യണം. അടിയത്തത് ഇപ്പോൾ നിൽക്കട്ടെ, നമ്മളൊന്ന് സെറ്റാക്കാം. നമുക്ക് മുകളിൽ പോയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ മുകളിൽ പോയിട്ട് സെറ്റ് ചെയ്യണതിന് മുമ്പായിട്ട് നമുക്ക് ഐറ്റംസ് വാങ്ങണം, എന്നാലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. അതിൻ്റെ ഇവിടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ചായ കുടിക്കാൻ ചായ, ജ്യൂസ് കുടിക്കാൻ ജ്യൂസ്, അതേപോലെ തന്നെ പാല് കുടിക്കാൻ പാല്, എല്ലാം മുണ്ടിട്ടു ഗൈസ്. എല്ലാം സെറ്റാണ്. ആൻഡ് നമ്മൾ കമ്പനി തുറക്കുകയാണ്. ആൻഡ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ജിമ്മിൽ നിന്ന് വാങ്ങാം. നമ്മൾ കസ്റ്റമേഴ്സും കണ്ട് എന്തിരിക്കപ്പുറത്തില്ല ചേട്ടാ മോണ VIP. വാർത്ത എന്താ വേണ്ടേ? VIP. എൻ്റെ മോനെ VIP ഇരിക്കാൻ വയ്യ. അതെന്തോന്നത് കുറേ കസ്റ്റമേഴ്സ് VIPസോ. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് മുകളിലത്തെ ഐറ്റംസ് ജിമ്മിൻ്റെ ഐറ്റം ഷോപ്പിൽ നിന്ന് വാങ്ങാം. ആൻഡ് ലെറ്റ്സ് ഗോ. അടിയിൽ നിന്ന് വാങ്ങാം. അപ്പോൾ 1 2 3 1 2 3 കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ടാവും. എന്തായാലും ക്യാഷ് നമുക്ക് ഉണ്ടാക്കാം. ഇത്രയും വലിയ ഹാളുണ്ട്. ആ ഹാള് നിറച്ച് വരുമ്പോൾ തന്നെ നേരം വെളുക്കും. അത് ഒബ്വിയസ്ലി നേരം വെളുക്കും. അത്രയും ഐറ്റംസ് ഉണ്ട് നമുക്കിന്ന് ചെയ്ത് തീർക്കാണ്ട്. വേണ്ട എത്ര ഐറ്റംസൊക്കെ. ഓക്കെ, ഇതവിടെ വെച്ചേക്കാം. പാവത്തിൻ്റെ പല്ലിളകി പോയിട്ടോ. നല്ല 1.5 അടിയായി പോയി. ഇവിടെ ഇത് കറക്റ്റ് നോക്കണം. അതൊരു മാറിപ്പോയിരുന്നു. ഓക്കെ, ആ ഗ്യാപ്പ് ഇട്ടേക്കണം. നല്ല കാര്യമുള്ളത് കാണണമെങ്കിൽ ആ ഒരു ഗ്യാപ്പ് വേണം. എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അത് സെറ്റായി. നമുക്ക് ഇത് ഇവിടെ ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ കസ്റ്റമേഴ്സ് നമ്മളെ മസിൽ വരെ പിരിക്കുന്നത് കാണട്ടെ. ഇവിടെ തന്നെ വെച്ചെടുക്കാം. കസ്റ്റമേഴ്സ് പുതിയ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എന്തോ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പുതിയ ഐറ്റംസ് നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഇനി പുതിയ മുകളിലോട്ട് കസ്റ്റമേഴ്സ് വരണം. എന്നാലേ കാര്യമുള്ളൂ. ഇത് വെറുതെ മുകളിലുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. കയ്യിൽ $18,000 ഒരു ലക്ഷക്കണക്കിന്. എൻ്റെ മോനെ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ഇരിക്കപ്പുറത്തില്ല. എൻ്റെ മോനെ ലോ ക്ലാസ്. ഇവനൊക്കെ എന്തിനാണ് വരുന്നത്? ലോ ക്ലാസ്സിൽ എന്ത് കിട്ടും നിനക്ക്? എന്ത് കിട്ടും? ഒരു ഉണ്ട അടുത്ത അതിൻ്റെ ഇടയിൽ കൂടി കയറിയാ. അത് ശരി. VIP ആവണ്ട ഇടയിൽ കൂടി കയറിയത്. അവൻ്റെ എന്തൊരു അഹങ്കാരം കണ്ടില്ല. അവൻ ഇടയിൽ കൂടി തന്നെ കയറണം. കുഴപ്പമില്ല. 3 കസ്റ്റമർ ഇങ്ങനെ 3 കസ്റ്റമർ ഇതന്നെ ആൾക്കാരുണ്ട് അവിടെ. ഇതെന്തോ ഇവിടെ ഇത് കുറേ ഉണ്ടല്ലോ. ഇതെന്തോ ഒരു മാർക്കറ്റിനുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതുവരെ ഒരു ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്ര എല്ലാവരും കുളിക്കാനും പല്ലേക്കലും എല്ലാം ഉണ്ടല്ലോ അവിടെ. മൊത്തം ആളുകളാണ്. മുകളിലോട്ട് എന്തായാലും ആളുകൾ. ബിരിയാണീൻ്റെതും ചെമ്പും ഇതൊക്കെ കൊണ്ടാവും. ഇത് ഫിനിഷായോ? ഇല്ല, അതൊന്നും കാലിയായിട്ടുണ്ടല്ലോ. എന്തൊക്കെ ഐറ്റംസ് കാലിയായിട്ടുണ്ട്. നിറച്ചെടുക്കട്ടെ. എൻ്റെ മോനെ അത് മൊത്തത്തിൽ ബിരിയാണി ചെമ്പിൽ കൈയിട്ട പോലെയാണ് അവസ്ഥയാണ്. എത്ര ആൾക്കാരറിയോ? ഏതൊരു ഗ്യാപ്പത്തെ ഏതോ ഐറ്റം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിലും അതിന് അതേ സെയിം ഐറ്റം 2-3 ഐറ്റംസ് ഇല്ല. ഓക്കെ, വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട്. ഏതൊക്കെ ഐറ്റംസ് കുറേ മിസ്സിങ് ഉണ്ട്. ഏതോ മൂലക്കത്തെ ഐറ്റംസ് ആയിട്ടും അതാ വെച്ചു. ഓക്കെ, നിറച്ച് വെച്ചു. ഇതാണ് ഐറ്റം. ഈ ഐറ്റം നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. ഈ ക്രിയാറ്റിൻ എന്ന സാധനം ജ്യൂസ് നിറച്ചു വെക്കട്ടെ. ജ്യൂസ് നിറച്ചു. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് കൊണ്ട് ഇരിക്കപ്പുറത്ത്. എൻ്റെ മോനെ എന്തോ അത് ഇത്രയും കസ്റ്റമേഴ്സ് VIPs. 28,000 10,000 നമുക്ക് ഇത്രയും കിട്ടുന്നു കിട്ടിയോ? ഓക്കെ, എനിക്കറിയായിരുന്നു VIP ആയിരുന്നു. താൻ VIP ആവുമെന്ന് എനിക്കറിയായിരുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഇത് കണ്ടോ സെറ്റാണ്.
പെയിൻ്റ് അടിക്കാനുള്ളൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഫുള്ള് ചുവപ്പും 2 ഗ്രേ ആയിട്ടുണ്ട്. അവിടെ മൊത്തം കളറും ഇതൊക്കെ അടിച്ച് നല്ല വിശാലമാക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സും കൂടി ഇരിക്കപ്പുറത്ത് ഇവിടെ കണ്ടോ എൻ്റെ മോനെ എത്ര പേര് സ്വിമ്മിംഗ് പൂൾ തന്നെ. ഇനി മുകളിലെ ടോയ്ലറ്റ് റെഡിയാക്കാനുണ്ട്, അതും മൊത്തം സെറ്റാക്കാനുണ്ട്. സംഖ്യക്കുള്ള പൈസ ഇങ്ങനെ ഒട്ടാണ്. എത്ര പൈസ അറിയാം ഇത് നിറച്ച് വെക്കട്ടെ. അത് ഫുൾ ബിരിയാണി മൊത്തം തീർന്നിട്ടോ. ഇനി പോയിട്ട് ഓർഡർ ആയിട്ട് അടുത്ത ബിരിയാണി. എൻ്റെ മോനെ ഇരിക്കാൻ വയ്യ, സമയമില്ല. അത്രയും ഐറ്റംസ് കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മുകളിൽ നമ്മൾ എനിക്ക് തോന്നുന്നു 60,000 രൂപ ആയി കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ആദ്യം ഇങ്ങനെ അല്ലേ കേട്ടോ, മൊത്തത്തിൽ അങ്ങ് വാങ്ങായിരുന്നു. അങ്ങനെ തോന്നുന്നു സിസ്റ്റം. 3 ഉറുപ്പ്യ വില കൂട്ടി പോകാൻ പറ്റി തോന്നിട്ട് 3 ഉറുപ്പ്യ വെച്ച് വാങ്ങണ്ട. ഇപ്പോൾ വെള്ളത്തിന് ഉറുപ്പ്യൊക്കെ വാങ്ങിച്ച് വെക്കാം. പിന്നെ ഇപ്പോൾ അതിനായിട്ട് ബാക്കിലോട്ട് ഇരിക്കേണ്ട. ഒരു ഐറ്റം അതിൻ്റെ പെർ ഐറ്റം എടുക്കുമ്പോൾ ഒരു ഐറ്റം അതിൻ്റെ എടുക്കണം ബോട്ടിൽ. അതൊരു ഇതാണ് എന്താ പറയുക, മൊത്തത്തിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബോട്ടിൽ എടുക്കണം. എന്നാ പട്ടി ഫുഡ് നമ്മൾ എന്തിനാണ് വാങ്ങണത് എനിക്കിപ്പോഴും മനസ്സിലായി. കുറേ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പട്ടി ഫുഡ് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സംഖ്യക്കുള്ള പട്ടി ഇത് നമ്മുടെ അടുത്ത് കുറേ ഉണ്ട് കേട്ടോ, ഒരു സംഖ്യക്കുള്ള. ഓക്കെ, ഈ ക്രിയാറ്റിൻ അങ്ങ് വാങ്ങിച്ചോ. ക്രിയാറ്റിൻ നല്ലോണം പോകുന്നുണ്ട്. ഓക്കെ, ക്രിയാറ്റിൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കസ്റ്റമേഴ്സ് കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കസ്റ്റമേഴ്സ് അറിയോ വന്ന് വരുമ്പോൾ പോകുക. ചേട്ടോടെ നോക്കുക. സെറ്റാക്കാം. ഇപ്പോൾ എത്ര കസ്റ്റമേഴ്സ് ആയിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്ര പേരായി നമ്മളെ ഇതിൽ VIP തന്നെ. നമ്മുടെ 37,000 രൂപയും. ഇവിടെ മുകളിൽ ആരെങ്കിലും വന്ന് വർക്കൗട്ട് ചെയ്യണ്ടോ? ഇല്ലല്ലോ, മുകളിൽ ആർക്കും വന്നിട്ടില്ല. അപ്പോൾ നമ്മളെന്താ പ്ലാൻ വെച്ചാൽ ഇത് മൊത്തം മുകളിൽ താഴ്ത്തുന്നതൊക്കെ മുകളിലോട്ടാക്കിയിട്ട് പോ അവൻ അവിടെ ഇരുന്നിട്ട് ഇവിടെ ലൈൻ അടിക്കുക. അവൻ ആരുവാ? ഈയടാ മോനൂസ് അവിടെ ഇരുന്നിട്ട് ആ ലൈൻ അടിക്കണേ. മൊത്തത്തിലൊന്ന് സെറ്റാക്കണം, വൃത്തിയാക്കണം എന്നുണ്ടായിരുന്നു. ഇത് 4 ഉള്ളിടത്ത് അവിടുന്ന് കിട്ടി. അവിടുന്ന് കിട്ടി, എവിടുന്നും കിട്ടി, എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് വാങ്ങാം. അതാക്കാം, ഷോപ്പിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഇതുവരത്തുള്ള നമ്മൾ സാധനം വാങ്ങിച്ചു. ഇനി 1 2 3 ഓക്കെ, 13,000 രൂപയിൽ കാശ് നമ്മൾ പൈസ ബാക്കിയുണ്ട്. ആൻഡ് ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെ ഫുഡ് നിറക്കാൻ, ജ്യൂസ് നിറക്കാനും എല്ലാം നിറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, ഒക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം മുകളിലോട്ട് പോകാം. മുകളിൽ കസ്റ്റമേഴ്സ് വരില്ല, പക്ഷെ എന്നാലും സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ കസ്റ്റമേഴ്സ് വരില്ല ആക്ച്വലി പറയണമെങ്കിൽ. ആൻഡ് നമുക്കിത് ചെറുതാദ്യം വെക്കാം. നമ്മുടെ സ്ഥലം ഒബ്സ്ട്രക്കിൾസ് ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഇവിടെ അങ്ങനെ വെച്ചെടുക്കാം. 1 2 3 ആൻഡ് ഇത് അടുത്തത് 1 2 2.5 വാങ്ങിച്ചുള്ളൂ. അത് ശരി, അതാണ് കുറഞ്ഞത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിവിടെ വെച്ചിട്ട് കാര്യമില്ല, സ്പേസസ് ആയിക്കോട്ടെ. ഇവിടെ ഓക്കെ, ഇത് ഓക്കെ, സെറ്റാണ്. ഒരു സ്പേസ് നമുക്ക് മറ്റേത് വെച്ചെടുക്കാം. അത് 3 വേണം. ഓക്കെ, ഇതിൻ്റെ അതേ ഐറ്റം തന്നെ വേറെ ഐറ്റം വീതിയുള്ള സാധനം. ഗ്ലാസ് കുറച്ച് മാറ്റി വെക്കാം. ഗ്ലാസ് എക്സ്പെൻസീവ് ആണ്, പൊട്ടിക്കഴിഞ്ഞാൽ മൂഞ്ചി കുത്തിരി. അത് നമുക്ക് ആ ലൈനിലാണ് നോക്കിയാൽ മതി. ഓക്കെ, സെറ്റ്. അത് സെറ്റായി. ഇനി ഇതാണ് ഏറ്റവും വീതിയുള്ളത്. ഏതാണ്? VIP ആണോ? ലോ ക്ലാസ്. ഓക്കെ, അപ്പോൾ എത്ര കസ്റ്റമേഴ്സായി? നമ്മൾ ന്യൂ മെമ്പേഴ്സ് എത്ര പേരായി? മെമ്പർ ലിസ്റ്റ് എത്ര പേര്? 143. നമുക്കൊരു 6 പേരും കൂടി വന്നു കഴിഞ്ഞാൽ 150 മെമ്പേഴ്സായി. VIP തന്നെ പറയണ്ട കേട്ടോ. ഒരു 21,000 രൂപ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുമെന്നാണ് പറയണത്. നമ്മളെ ലിസ്റ്റിൽ അത്രയും പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയണത്. കുഴപ്പമില്ല. ഏതാണ്ട് ലോ ക്ലാസ്. ഓക്കെ, ലോ ക്ലാസ് പൊക്കോ. എൻ്റെ അവന് എത്ര കസ്റ്റമേഴ്സ് അറിയോ? നീ എന്നാ ഓക്കെ, അവനായി സെറ്റായി. അവൻ അത് പുതിയ കസ്റ്റമറാണ്. അതൊക്കെ പുതിയ കസ്റ്റമറാണോ? അവൻ്റെ ഇതായില്ലേ വൃത്തിയുടെ മാറ്റിയല്ലേ? ഓക്കെ, മാറ്റി. ഇപ്പം മാറി തോന്നുന്നു. ഇല്ലേ, ഇവനെന്തോ ചുറ്റുവട്ടം അടിച്ചു കൊടുക്കാം. ഇവനെന്തോ ഇവൻ കുളിക്കാണ്ട് ഇത്രക്ക് ശരീരത്ത് കച്ചറേ. എൻ്റെ മോനെ ഇതെന്തോന്നത് അവൻ. നമ്മള് 2000 ലെവൽ 15 കടന്നു കഴിയാറ് കേട്ടോ. നമുക്ക് 16 ആവാറായി. ആൻഡ് നമ്മളിത് അവിടെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ലോണം ഐറ്റംസ് വാങ്ങിച്ചിട്ട് ട്രാഷാണ്. ഈ ട്രാഷ് കളക്ട് ചെയ്ത് നമുക്ക് 8 XP കിട്ടും. ഓക്കെ, അവൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മൊത്തത്തിൽ ജ്യൂസ് നിറഞ്ഞിട്ടുണ്ട്. ഇല്ല, നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ മൊത്തത്തിൽ നിറഞ്ഞ് അവിടെ കാണുമ്പോൾ തന്നെ അവിടെ ലുക്കായി പോകാൻ പോകും അല്ലേ? എന്താ പുതിയ ഐറ്റം കൂടി നമുക്ക് കൊടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇനി മിസ്സാവാത്ത എല്ലാ ഐറ്റംസും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയും ഐറ്റംസ് കൊണ്ടാം എന്നാണ് പറയണത്. ഓക്കെ, അവിടെ ആയിട്ടുണ്ട്. കറക്റ്റ് ലൈനാണ്. കറക്റ്റ് ചെറിയൊരു വ്യത്യാസം. കുഴപ്പമില്ല. ഒക്കെ 3 ഇല്ല, ഒക്കെ 3 ഇതാണ് നമ്മൾ ഇതിവിടെ 3 ഇങ്ങനെ ഇവിടെ വെക്കുകയാണ്. ഇപ്പോൾ തൽക്കാലത്തിൽ നമുക്ക് പിന്നീട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് മാറ്റാം. ഇപ്പോൾ തൽക്കാലത്തിൽ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നീട് നമുക്കിത് ഇതിനായിട്ടൊരു സെക്ഷനാണ് ആക്കി മാറ്റണം. ഇത്രയും വിശാലമായ ഗ്രൗണ്ടിൽ നമ്മളിത് എത്രയും ആക്കി. ഇവിടെ ഒരു ഭാഗം മാത്രം മിസ്സിങ്. പുതിയതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാം. അപ്പോൾ അത്രയും ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ 4 ആക്കാട്ടോ. 4 എല്ലാത്തിനും 4 ഇട്ടേക്കാം. ഇവിടെ ഒക്കെ അല്ല, ഇവിടെ കറക്റ്റാണ്.
ഇനി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. അവർ ചേച്ചിയുടെ പുതിയ കസ്റ്റമർ വന്നിട്ടുണ്ട്, പുതിയ കസ്റ്റമർ, സ്റ്റാൻഡേർഡ് കസ്റ്റമർ. ഓക്കെ, നമുക്ക് എത്രയും 149 ആയിട്ടുണ്ടാവണം. എത്ര ആയിട്ടുണ്ടാവും നോക്കട്ടെ മെമ്പർ ലിസ്റ്റ്. 144. അപ്പോൾ ആളുകൾ പിന്നെയും കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി, ഇതായിപ്പോയി അല്ല, മറ്റേ എന്താ പറയുക, വായനോട്ടത്തിന് വന്നിട്ട് പോയതാ. ഓക്കെ, അങ്ങനെ അപ്പോൾ കുറേ ആൾക്കാർ അവർ മോന്തൊക്കെ അടിച്ച് അവർ പോവും, നാട് വിടും. 145, 146. ഓക്കെ, ഇനി പുതിയതായിട്ട് വരണം. ഇനി പുതിയതായിട്ട് വരാൻ 4 പേരും കൂടെ വന്നാൽ നമ്മൾ 150 എന്ന ടാർഗറ്റ് എത്തിയിരിക്കുന്നു ഗൈസ്. ആൻഡ് നമ്മൾ കട പൂട്ടാറായിട്ടോ. നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സും ചെയ്യാനൊക്കെ ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ജിമ്മിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് മൊത്തത്തിലൊന്നൊരു വലിയൊരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ആൻഡ് എല്ലായിടത്തും വലിയൊരു ക്യാമ്പയിനായിട്ട് 10 മണിക്കൂർ നമ്മൾ കൊടുക്കുക. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് വരണം, അത്രയും വരട്ടെ. കസ്റ്റമേഴ്സ് സത്യം പറഞ്ഞാൽ സമയം തെറ്റി വെക്കണ കുഴപ്പമില്ല, എന്നാലും നമുക്ക് വരാനുള്ള അത്രയും വരട്ടെ. അതെല്ലായിടത്തും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് അങ്ങ് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പൈസ അങ്ങ് നോക്കിയില്ല, എല്ലായിടത്തും അടിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. 10 മണിക്കൂറിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് ചുറ്റുവട്ടം നമ്മളിതാ അങ്ങനെ ഇട്ടുണ്ട്. നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ അത്രയും നമുക്ക് എക്യുപ്മെൻറ്റ്സ് മുകളിലൊക്കെ വന്നിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ എക്യുപ്മെൻറ്റ്സ് ഇനി നിറയും, ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കട കൂട്ടാറായിക്കണം, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ സെറ്റ് ആവുമായിരിക്കും. പൈസ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് നിറക്കാൻ മാത്രം ഒരാളുകൾ വെക്കണം, സ്റ്റാഫിനെ വെക്കേണ്ടി വരും. അത്രയും നിറയാനുണ്ട്, അത്രയും നിറക്കാനുണ്ട്. കണ്ടോ അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. കൺസ്യൂമബിൾ. ഓക്കെ, നോക്കട്ടെ. പട്ടിൻ്റെ 249 വള്ളി 249. ഓക്കെ, ഞാൻ പോയിട്ട് അത് കൊണ്ട് ഇവിടെ വിൽക്കാൻ പോകട്ടെ. 249 പട്ടിമുട്ടുണ്ട്. എന്തിനത് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ കയ്യിൽ ഫോണോ, ഇതൊക്കെ എന്താ? നമ്മൾ ആ ഫോൺ വിറ്റപ്പോൾ നമുക്ക് ആ പൈസ കിട്ടിയിട്ട് നമ്മൾ ആ ബിറ്റ് ഇത് ജയിച്ചപ്പോൾ ഓക്കെ ബെറ്റ് ജയിച്ചപ്പോൾ ആ ഫോണാണ്. ഓക്കെ. ഇവിടെ ടി വി വെക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ടി വി അവിടെ ടി വി കൺസ്യൂമബിൾ അല്ലാണ്ടുള്ള ഡെക്കറേഷൻസിലെ ടി വി. ഓക്കെ, ഇതിന് മുകളിൽ വെക്കാം. ഇത് തല ഇഷ്ടമാണ്. ഇങ്ങനെയല്ല അങ്ങനെ. ഓക്കെ, ഈ ടി വി വർക്കിംഗ് ആണ്, നൈസായിരുന്നു. പക്ഷേ വർക്കിംഗ് അല്ല. ഞാൻ മുകളിലോട്ട് ആരും ഇതുവരെ പോയിട്ടുണ്ടോ നോക്കട്ടെ. ജോലി കഴിഞ്ഞ് എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ടോ, നമ്മൾ ജോലി കഴിഞ്ഞിട്ടോ. നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും പോവുകയാണ്. ആൻഡ് 10 മണിക്കൂറിനുള്ളിൽ വരേണ്ട കസ്റ്റമേഴ്സ് ഒന്നും വന്നില്ലെങ്കിലും അടുത്ത ദിവസങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ ആക്ടിവേഷൻ ആവും. ആൻഡ് നമുക്കിന്ന് ഇപ്രാവശ്യം മറ്റേ എൻ്റെ മോനെ ജിം ക്ലോസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പി ഒന്നും ഉണ്ടോ. ഇനി നമുക്ക് എത്ര എക്സ്പി ആണോ അറിയോ? ഈ ഒരു 150 എക്സ്പിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് സെറ്റ് ആട്ടോ. നമുക്കത് എക്സ്പി എടുക്കാം. സെറ്റ് ഇതാ 100 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പി ഇതാ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടി കഴിഞ്ഞതാ. ഇവിടെ തന്നെ നമ്മൾ എടുത്ത് കഴിഞ്ഞതാ 200. ലെറ്റ്സ് ഗോ. ദാറ്റ് ഈസ് നമ്മൾ ലെവൽ 16 എത്തിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഹുറേക്ക ലെവൽ 16 ഗൈസ്. നമ്മൾ ലെവൽ 16 എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ ഇതാ ജ്യൂസൊക്കെ നിറച്ചിട്ടുണ്ട്. ലെവൽ 16 കഴിഞ്ഞു, അതിൻ്റെ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂർ നമ്മളെ ലെവൽസ് കൂടിക്കൊണ്ടിരിക്കുക. 16 ലെവൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മളെ ഇതിൻ്റെ ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, ഇതെന്തോ ഒരു ജാതക്കുള്ളതുണ്ടല്ലോ. എന്തോ നമ്മുടെ ജിമ്മിൽ വന്ന ആൾക്കാരെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോണോക്ക്. എജാതി എത്ര കസ്റ്റമേഴ്സ് അറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ നിങ്ങളെ കമൻസിലൊക്കെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഗെയിം ഏതാ നിങ്ങൾക്ക് താല്പര്യമുള്ള കമൻസ് വരട്ടെ. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് ഗെയിമാണ്, മൈൻക്രാഫ്റ്റ് അല്ലാണ്ട് നമുക്ക് ഏത് ഗെയിംസ് ഇതേപോലെ സിമിലർ ഗെയിംസ് ഏതൊക്കെ നിങ്ങൾക്ക് വേണ്ടത് കമൻറ്റ് ചെയ്യുക. അത് ബസ് ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, എന്താണ് ആയിക്കോട്ടെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കട്ടെ എത്ര പേർക്ക് അത് ഏതൊക്കെ ഗെയിംസ് വേണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ വർഷം നല്ല കിണ്ണം കാച്ച് പുതിയ ഗെയിംസ് കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ പറയുക. ആൻഡ് നിങ്ങളെന്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് വേറെന്ത്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ പോയിട്ട് വരിക. പോലെ അവിടെ കിടക്കുക. ഓണം മുമ്പായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ പല ആൾക്കാരും നമ്മളെ വീഡിയോയിൽ വന്നിട്ട് കമൻ്റ് ഒക്കെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോന് അഡ്വർടൈസ്മെൻറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ അഡ്വർടൈസ്മെൻറ്റ് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് വന്നിട്ട് വീഡിയോ വീണ്ടും കണ്ടോ, പൊളിയാണ്. അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അഡ്വർടൈസ്മെൻറ്റ് രസം നൈസാണ്. കുറേ നല്ല ഇൻട്രാക്ഷൻ ടൈപ്പ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ആയിരിക്കും വരിക. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. ഇതൊരു ഹൊറർ വീഡിയോ ആണ്. നമ്മളെ സെക്കൻഡ് പാർട്ടാണ് ഡവറിൻ്റെ. ഫസ്റ്റ് പാർട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതായത് സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ ഫസ്റ്റ് പാർട്ട് കാണും, പക്ഷേ എന്നാലും സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്ക്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു നോക്ക്. നമ്മുടെ കാർ ഫോർ സെയിലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ എപ്പിസോഡ് 21 ആണോ 2 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്ക്, നൈസാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഈ 2 വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കൂടുതൽ സമയം ഇഷ്ടം വീഡിയോ അവസാനിക്കുന്നത്. ബൈ. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗൈസ്, ബൈ.